സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആകർഷകമായ ഓഫർ പരസ്യങ്ങളിൽ വീണ് പണം നഷ്ടപ്പെടുന്ന ഡിജിറ്റൽ തട്ടിപ്പുകൾ യുഎഇയിൽ വർദ്ധിച്ചു വരുന്നു. പ്രമുഖ ബ്രാൻഡുകളുടെ വ്യാജ ലോഗോയും ചിത്രങ്ങളും ഉപയോഗിച്ച് നൽകുന്ന ഡിസ്കൗണ്ട് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് നടത്തുന്നതോടെയാണ് പലരുടെയും അക്കൗണ്ടിൽ നിന്ന് വൻതുക നഷ്ടപ്പെടുന്നത്. സാങ്കേതികവിദ്യയുടെ മറവിൽ നടക്കുന്ന ഇത്തരം സങ്കീർണമായ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസ് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയയിലെ വ്യാജ പരസ്യങ്ങൾ, യഥാർത്ഥ വെബ്സൈറ്റുകളുടെ വിശ്വസനീയമായ ക്ലോണുകൾ, കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള ഫോൺ കോളുകൾ എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് ദിർഹമാണ് സൈബർ കുറ്റവാളികൾ തട്ടിയെടുക്കുന്നത്. ആധുനിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായതോടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. ഇത് ഏതെങ്കിലും പ്രത്യേക പ്രായക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുന്നവർ മുതൽ ദൈനംദിന സർവീസുകൾക്കായി ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന പ്രവാസികൾ വരെ ഇതിനിരയാകുന്നുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്നാണ് പ്രമുഖ ബ്രാൻഡുകളുടെയും സർക്കാർ അഥവാ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകൾ അതേപടി പകർത്തി ക്ലോൺ ചെയ്ത് ഉണ്ടാക്കുന്നത്. കാഴ്ചയിൽ യഥാർത്ഥ സൈറ്റുമായി യാതൊരു വ്യത്യാസവും തോന്നാത്ത തരത്തിലാണ് ഇവ രൂപകൽപ്പന ചെയ്യുന്നത്. ലോഗോ, നിറങ്ങൾ, അക്ഷരങ്ങൾ, സർവീസ് ഓപ്ഷനുകൾ എന്നിവയെല്ലാം കൃത്യമായി പകർത്തുമ്പോൾ ഉപഭോക്താക്കൾ വളരെ എളുപ്പത്തിൽ ചതിക്കപ്പെടുന്നു. ദുബായ് പോലീസ് ആന്റി ഫ്രോഡ് സെന്റർ ഡയറക്ടർ ഹമദ് ഒബൈദ് അൽ സുവൈദി ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥ വെബ്സൈറ്റുകളെ അതേപടി അനുകരിച്ച് നിർമ്മിക്കുന്ന ഇത്തരം വ്യാജ പ്ലാറ്റ്ഫോമുകളിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ തട്ടിപ്പുകാർ വരുത്താറുള്ളൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വെബ് അഡ്രസ്സിലെ അല്ലെങ്കിൽ URL-ലെ ഒരൊറ്റ അക്ഷരത്തിലെ മാറ്റം, ഒരു ഹൈഫന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഡൊമൈൻ നാമത്തിലെ ചെറിയൊരു പിശക് എന്നിവ മാത്രമായിരിക്കും ഇത്തരം വെബ്സൈറ്റുകളിൽ ഉണ്ടാവുക. ധൃതി പിടിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോഴോ ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ ഇത്തരം സൂക്ഷ്മമായ മാറ്റങ്ങൾ സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ക്ലിക്ക് ചെയ്യുന്ന ലിങ്ക് ഏതാണെന്ന് കൃത്യമായി പരിശോധിക്കാതെ പേയ്മെന്റ് നടത്തുന്നത് തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങളും ക്രെഡിറ്റ് കാർഡ് രഹസ്യങ്ങളും എളുപ്പത്തിൽ കൈക്കലാക്കാൻ അവസരമൊരുക്കുന്നു. അതിനാൽ തന്നെ പണം കൈമാറുന്നതിനോ ബാങ്കിംഗ് വിവരങ്ങൾ നൽകുന്നതിനോ മുമ്പ് സ്ഥാപനത്തിന്റെ ആധികാരികതയും ഡൊമൈൻ നാമവും 100% ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച സൈബർ കുറ്റവാളികൾക്ക് പുതിയ വാതിലുകളാണ് തുറന്നു നൽകിയിരിക്കുന്നത്. വോയിസ് ക്ലോണിംഗ്, AI ഉപയോഗിച്ച് യഥാർത്ഥ ആളുകളുടെ ശബ്ദം പുനഃസൃഷ്ടിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ ഇന്ന് വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ബാങ്ക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിലെ പ്രതിനിധിയോ ആണ് സംസാരിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വ്യാജ കോളുകൾ വരുന്നത്. പെട്ടെന്ന് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവർ ഇരകളെ കബളിപ്പിക്കുന്നത്. അക്കൗണ്ട് മരവിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നോ ഭീഷണിപ്പെടുത്തി വ്യക്തിഗത വിവരങ്ങളും OTP-യും കൈക്കലാക്കാൻ ഇവർ ശ്രമിക്കുന്നു. ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ തട്ടിപ്പുകാരെ കൂടുതൽ പ്രൊഫഷണലായി സംസാരിക്കാനും സന്ദേശങ്ങൾ തയ്യാറാക്കാനും സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ അനുഭവ സമ്പത്തുള്ള ആളുകൾ പോലും ചിലപ്പോൾ ഇത്തരം കെണികളിൽ പെട്ടുപോകാൻ സാധ്യതയേറെയാണ്. ഡിജിറ്റൽ രംഗത്ത് മതിയായ പരിചയ സമ്പത്തില്ലാത്ത സാധാരണക്കാരെയും മുതിർന്ന പൗരന്മാരെയുമാണ് തട്ടിപ്പുകാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒരു ലിങ്ക് കാണാൻ വളരെ പ്രൊഫഷണലായി തോന്നിയത് കൊണ്ട് മാത്രം അതിനെ അന്ധമായി വിശ്വസിക്കരുതെന്ന് ദുബായ് പോലീസ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഒരാൾ ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ ഏറ്റവും പ്രധാനം സമയം നഷ്ടപ്പെടുത്താതെ അതിവേഗം പ്രതികരിക്കുക എന്നതാണ്. പണമോ വിവരങ്ങളോ നഷ്ടപ്പെട്ടതായി സംശയം തോന്നിയാലുടൻ ബാധിക്കപ്പെട്ട ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ബ്ലോക്ക് ചെയ്യുകയോ താൽക്കാലികമായി മരവിപ്പിക്കുകയോ വേണം. അതിനുശേഷം ഒട്ടും വൈകാതെ തന്നെ വിവരം ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസിയെ അറിയിക്കേണ്ടതുണ്ട്. സംഭവം നടന്ന് ദിവസങ്ങളോളം റിപ്പോർട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനും തട്ടിയെടുക്കപ്പെട്ട പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റാനും അവസരമൊരുക്കും. ദുബായ് പോലീസിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി വളരെ എളുപ്പത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പോലീസിന്റെ ഇ-ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ നഗരത്തിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകൾ വഴിയോ നേരിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ അടിയന്തരമല്ലാത്ത സഹായങ്ങൾക്കായി ദുബായ് പോലീസിന്റെ 901 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും ബന്ധപ്പെടാം. അതിവേഗത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ പോലീസിന് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഭാവിയിൽ മറ്റുള്ളവർ ചതിക്കപ്പെടുന്നത് തടയാനും സാധിക്കും. ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കാൻ പോലീസ് സംവിധാനങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ ജാഗ്രതയാണ് ഇതിലേറ്റവും വലിയ പ്രതിരോധ കവചം. വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അത്തരം ലിങ്കുകളും നിരന്തരം നിരീക്ഷിച്ച് തടയാൻ ദുബായ് പോലീസ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സംശയകരമായി തോന്നുന്ന ലിങ്കുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. ഇന്റർനെറ്റിലെ ഓരോ ഇടപാടിലും അല്പം സമയം കൂടുതൽ ചെലവഴിച്ച് പരിശോധന നടത്തുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അപരിചിതമായ സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക, സോഷ്യൽ മീഡിയയിലെ അത്ഭുതകരമായ ഓഫറുകളിൽ വീണു പോകാതിരിക്കുക, പേയ്മെന്റ് നടത്തുന്നതിന് മുമ്പ് വെബ് വിലാസം സൂക്ഷ്മമായി പരിശോധിക്കുക എന്നിവ ഓരോരുത്തരും പാലിക്കേണ്ട പ്രാഥമിക നിയമങ്ങളാണ്. ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതരായിരിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. സാങ്കേതികവിദ്യ നൽകുന്ന സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ ജാഗ്രത കൈവിടാതെ സൂക്ഷിച്ചാൽ മാത്രമേ സാമ്പത്തിക സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പാക്കാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.